നമുക്കിടയിൽ പലരും അനുഭവിക്കുന്ന എന്നാൽ തുറന്നു പറയാൻ മടി കാണിക്കുന്ന ചില കംപ്ലയിൻസ് ആണ് പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല എന്നിവയൊക്കെ. പല പേഷ്യൻസും ഈ ഭാഗത്ത് വരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം പൈൽസ് ആയിട്ടാണ് നമ്മളടുത്ത് പറയാറുള്ളത്. എന്നാൽ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇതിൽ ചിലതൊക്കെ ഫിസ്റ്റുലയും ഫിഷറും ഒക്കെ ആണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് എന്താണ് പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് നോക്കാം. പൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലിൽ വെരിക്കോസ് വെയിൻ വരുന്ന പോലെ നമ്മുടെ രക്തക്കൊയലുകൾ തടിച്ച് വീർത്ത് വരുന്നതാണ്. അത് മലദ്വാരത്തിൽ വരുമ്പോഴാണ് നമ്മൾ അതിനെ പൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രക്തക്കൊയലുകൾ തടിച്ച് വീർത്ത് വരുന്നത് മലദ്വാരത്തിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ പുറത്ത് സൈഡിലോ ആവാം. അതുകൊണ്ട് തന്നെ ഇത് രണ്ട് തരത്തിലുണ്ട്, ഇന്റേണൽ പൈൽസ്, എക്സ്റ്റേണൽ പൈൽസ് എന്നുള്ള രീതിയിൽ. ഇതിൽ എക്സ്റ്റേണൽ പൈൽസ് ആണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് തൊട്ട് നോക്കിയാലേ ആ തടിപ്പ് ഫീൽ ചെയ്യാൻ കഴിയും. എന്നാൽ ഇന്റേണൽ പൈൽസ് ആണെങ്കിലോ ഉള്ളിലായിരിക്കും നമുക്ക് രക്തക്കൊയലുകൾ തടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴെങ്കിലും മോഷൻ സ്ട്രെയിൻ ആയിട്ട് പോകുന്ന ടൈമിലോ അല്ലെങ്കിൽ ആ ഭാഗത്ത് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടാവുന്ന ടൈമിലോ ആണ് അത് ബ്ലീഡ് ചെയ്യുക. അത് മലം പോയതിന് ശേഷം അഥവാ മോഷൻ പോയതിന് ശേഷമായിരിക്കും തുള്ളി തുള്ളിയായിട്ട് നമുക്ക് ബ്ലീഡിങ് ഉണ്ടാവുക. ഇനി ഫിഷർ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മലബന്ധമുള്ള ആൾക്കാരിലോ അല്ലെങ്കിൽ മോഷൻ പോവാൻ ടൈറ്റ് ആവുന്ന അല്ലെങ്കിൽ മോഷൻ സ്ട്രെയിൻ ആയിട്ട് പോകുന്ന ആൾക്കാരിൽ മലദ്വാരത്തിന്റെ ചുറ്റുമായിട്ട് ചെറിയ വിള്ളൽ പോലുള്ള മുറിവുകൾ ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ ഫിഷർ എന്ന് പറയുന്നത്. ഇതിന് സഹിക്കാൻ പറ്റാത്ത വേദനയും നീറ്റലും പോച്ചിലും ഒക്കെ ഉണ്ടാവും. അടുത്തത് ഫിസ്റ്റുല. ഫിസ്റ്റുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലദ്വാരത്തിന്റെ അടുത്ത് കാണുന്ന ചെറിയൊരു ഹോളാണ്. ആ ഹോള് ഒരു ട്യൂബ് പോലെ കണക്ട് ചെയ്യുന്നത് നമ്മുടെ മലദ്വാരത്തിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ വൻകുടലിലേക്കോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിലൂടെ ഇടയ്ക്കിടയ്ക്ക് പഴുപ്പ്, ബ്ലഡ്, മലം ഒക്കെ വരും. ഇത് തുടർച്ചയായിട്ട് കാണുന്ന ഒരു കംപ്ലൈന്റ് അല്ല. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പഴുപ്പ് വന്ന് പൊട്ടിയിട്ട് ഇതിലൂടെ ഈ ഡിസ്ചാർജസ് ഒക്കെ ഉണ്ടാവും. പിന്നെ അത് ഉണങ്ങും, അത് വീണ്ടും വരും. അഥവാ ഒരു റെക്കറന്റ് ആയിട്ട് വരുന്ന കംപ്ലൈന്റ് ആണ്. ഫിസ്റ്റുല പോലെ സിമിലർ ആയിട്ടുള്ള മറ്റൊരു കംപ്ലൈന്റ് കൂടെ പറയാം, പൈലോനിഡൽ സൈനസ്. ഇതിലും ഫിസ്റ്റുല പോലെ ഉള്ളിലോട്ട് നീണ്ട ഒരു ഹോൾ ഉണ്ടാവും. പക്ഷെ അത് എവിടെയും ചെന്ന് കണക്ട് ആവുന്നില്ല. അതിൽ അഴുക്കോ മുടിയോ നിറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസും പഴുപ്പും ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇത് കാണുന്നത് നടുവിൽ നട്ടെല്ല് അവസാനിക്കുന്ന ഭാഗത്തായിട്ടോ അല്ലെങ്കിൽ ബട്ടക്സിന്റെ ഇടയിൽ ഏറ്റവും മുകളിലായിട്ടോ ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഈ കംപ്ലയിൻസിന്റെ വിസിബിൾ ആയിട്ടുള്ള ഡിഫറൻസ്. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് എക്സാമിനേഷൻ ചെയ്ത് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ട്രീറ്റ്മെന്റ് എടുക്കുക.